My beautiful souls, it's a very special collective reading for you. നിങ്ങൾക്കുള്ള ഏഞ്ചൽ മെസ്സേജ് എന്താണ് ഈ ഒരു സമയം നിങ്ങൾ കേൾക്കേണ്ടത്? Let's see what you need to hear right now. സോ ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ, കാം, ഓർ എസ്പെഷ്യലി ഈ ഒരു രാത്രി നിങ്ങൾക്ക് വളരെ സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. സോ അതിന് റീസണായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഓർ ചില ആളുകൾക്ക് ഒരു റീസണും ഇല്ലാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടായിരിക്കാം. മുന്നോട്ടുള്ള വഴി നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു കരേജ്, ഒരു ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം വളരെ സമാധാനമായിട്ട് ഈ ഒരു രാത്രി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് സിറ്റുവേഷൻസ് ഡീൽ ചെയ്യാനുള്ള ഒരു മനഃശക്തിയും ചില ആളുകൾക്ക് കിട്ടുന്നുണ്ട്. ഓർ ചില ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ഇന്നത്തെ ദിവസം ബാലൻസ്ഡ് ആയിട്ടുണ്ടായിരിക്കാം. ഓർ നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ അതാണ് ഈ ഒരു ദിവസം നിങ്ങൾ സമാധാനമായിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ഈ ഒരു സമയം എന്താണോ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്രയാസമായിട്ട് കിടക്കുന്നത്, നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഓവറായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല. സമാധാനമായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, കാരണം നിങ്ങൾ കാണുന്നുണ്ടാവില്ല ചില സിറ്റുവേഷൻസ് എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പല കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് കാണുന്നത്. ഓക്കെ, ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ ഈ ഒരു സമയം പോകുന്നതെങ്കിൽ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം, നിങ്ങളുടെ ആത്മാഭിമാനം ടച്ച് ചെയ്യുന്ന എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ, ഓർ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലോ, എന്തെങ്കിലും മനപ്രയാസം നിങ്ങളെ പറ്റി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പേടിക്കുന്ന പോലെ അല്ലെങ്കിൽ ഓവറായിട്ട് ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ അവിടെ നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ട്. അതായത് നിങ്ങൾക്ക് സെൽഫായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഫൈനാൻഷ്യലി നിങ്ങൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടോ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ ബാലൻസ് ചെയ്യാൻ ബാലൻസ്ഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതല്ല, നിങ്ങൾക്കത് ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ബാലൻസ്ഡ് ആണ്. ഓക്കെ, what you need to hear right now. ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തെങ്കിലും കൈൻഡ് ഓഫ് ഡിറ്റാച്ച്മെന്റ്, ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഫീലിംഗ്, സ്പെഷ്യലി നിങ്ങളുടെ ഒരു പാർട്ട്ണർ, റൊമാൻറ്റിക് പാർട്ട്ണർ ആയിട്ട് എന്തെങ്കിലും ഒരു ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രേക്കപ്പ്, സെപ്പറേഷൻ, സാക്രിഫൈസ് ചെയ്ത പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, വിട്ടുകളഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ആയിരിക്കാം, നിങ്ങൾക്ക് വിട്ടുകളയേണ്ട സിറ്റുവേഷനും ആയിരിക്കാം. സ്പെഷ്യലി നിങ്ങൾക്കൊരു സ്പേസ് വേണം, നിങ്ങളുടെ ഒരു സാക്രൽ ചക്ര, നിങ്ങളുടെ സെക്ഷൽ എനർജി കുറച്ചുകൂടെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം. ചില ആളുകൾ നിങ്ങൾ കംപ്ലീറ്റ്ലി മെസ്സപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ ഇൻ ആൻഡ് ഔട്ട്, നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കണം. സോ ഈ ഒരു സമയം നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം, ചില മാറ്റങ്ങൾ വേണം എന്നുള്ളത്. ചില ആളുകളുടെ അടുത്ത് നിന്ന് നിങ്ങൾക്കൊരു മാറ്റം, ഒരു ബ്രേക്ക് വേണം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ആക്ച്വലി നല്ലതാണ്. ഓക്കെ, സോ നിങ്ങൾ ഒന്നും കൂടെ ഫ്രഷ് ആയിട്ട് വരേണ്ടതായിട്ടുള്ള, നിങ്ങളുടെ മനസ്സും ശരീരവും നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ പറ്റി നിങ്ങൾ ഓൾറെഡി ചിന്തിക്കുന്നുണ്ടായിരിക്കണം. അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ആ ഒരു തോട്ട് പോലും നിങ്ങൾക്ക് ഒരുപാട് സമാധാനം കൊണ്ടുതരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല, ഒരു തീരുമാനത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല, ചില ആക്ഷനിലേക്ക് വരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല, ചില കാര്യം ഡിസ്കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല. ബട്ട് ചില ആളുകൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഓൾ ഓഫ് സഡൻ നിങ്ങൾക്ക് ചില കാര്യത്തിനോടുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് അതുവരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യത്തിനോട് നിങ്ങൾ വലിയൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കണക്ട് ചെയ്യാൻ പറ്റാത്തത് എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ചില പ്ലേസിൽ നിന്ന്, ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി ആ ഒരു ഇമോഷണൽ ലോസ് സംഭവിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഒരു സെൽഫ് ഗ്രോത്തിന് വേണ്ടി, നിങ്ങളെ സ്വയം ക്ലെൻസ് ചെയ്യാൻ വേണ്ടി അതുപോലത്തെ മാറ്റം വേണം. കാരണം അഗെയിൻ ലൈക്ക് നമ്പർ 5 നിങ്ങൾക്ക് കൺഫേം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പർ 5 നിങ്ങൾക്ക് പുതിയൊരു പാത്ത് ആണ് ആക്ച്വലി ഗ്രാൻഡ് ആയിട്ട് തരുന്നത്, അല്ലെങ്കിൽ ഓഫർ ചെയ്യുന്നത്. ഓക്കെ, സോ പുതിയ ആക്ഷൻസ് നിങ്ങൾ ചില സിറ്റുവേഷനിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ഇമോഷണൽ സിറ്റുവേഷനിൽ പുതിയ കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഫുൾഫിൽഡ് ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇറ്റ്സ് എ കൺഫർമേഷൻ, നിങ്ങളുടെ ഫൈനാൻഷ്യലി ആൻഡ് നിങ്ങളുടെ സെൽഫായിട്ട്. ഓക്കെ, മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഗ്രോത്ത് ഓർ നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണ്ടിയിട്ടായിരിക്കാം. ഓക്കെ, നിങ്ങളൊരു സിറ്റുവേഷന് സേഫ് ആക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം
ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് സംഭവിക്കുന്നത്. ഓൾറൈറ്റ്, സോ റിലേറ്റ് ചെയ്ത് നിങ്ങൾ ചില സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യാം. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കണം, അത് ഏതെങ്കിലും റോങ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കാം, പക്ഷെ നിങ്ങൾക്കത് റൈറ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ജോബ് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കണം, ഒരു കമ്പനിയുടെ ആയിരിക്കാം, പക്ഷെ അവിടുന്ന് ആയിരിക്കണം എന്നില്ല നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ബെറ്റർ കമ്പനിയിൽ നിന്നായിരിക്കാം ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കാം, ഒരു ബെറ്റർ പ്ലാൻ ആയിരിക്കാം നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കുക. നിങ്ങളൊരു നല്ലൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു നല്ല റിലേഷൻഷിപ്പ് സംഭവിക്കുന്നുണ്ടായിരിക്കണം വിത്ത് ദ റൈറ്റ് പേഴ്സൺ. ഓക്കെ, സോ അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ഒരു ആഗ്രഹമായിട്ട് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ ഒരുപാട് കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ദിവസം വളരെ സമാധാനമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ സാധിക്കണം, അത് നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് ആണ്. ഓക്കെ, കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ റൈറ്റ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്ത് അതിൽ മാത്രമായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കരുത്. നിങ്ങൾക്ക് ഉള്ളൊരു കൺഫർമേഷൻ നിങ്ങൾക്ക് മുന്നോട്ട് വരുന്ന സമയത്ത് ഓർ വെരി സൂൺ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ മേ ബി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിൽ നിന്നായിരിക്കില്ല നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്ന കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടാവുന്നുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുന്നുണ്ട് പുതിയ കാര്യങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് ഒന്ന് കൂടുതൽ അവസരത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അത് ഫൈനാൻഷ്യലി ആണെന്നുണ്ടെങ്കിലും സ്പിരിച്വലി ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും. സോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടെന്നൊരു കൺക്ലൂഷനിലേക്ക് വരാതിരിക്കുക. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടമായിട്ട് തോന്നുന്നുണ്ടായിരിക്കാം, പക്ഷെ ആക്ച്വലി അതിനാണ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളെ നഷ്ടമാവുന്നത്. ഓൾറൈറ്റ്, സോ ചില കാര്യങ്ങൾ ബിഹൈൻഡ് സംഭവിക്കുന്നുണ്ട്. നിങ്ങൾക്കുള്ളൊരു വലിയൊരു ബ്ലെസ്സിങ്ങും അതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ സർപ്രൈസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടായിരിക്കുക. സോ അത് അലോ ചെയ്യുക, ഒരു കാര്യം ലൈഫിൽ വരാനുള്ള ഒരു ടൈം കൊടുക്കുക. ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് അത് ഒരുപാട് ടൈം എടുക്കുന്നതായിട്ട് കാണുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വെരി സൂൺ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഒന്നിൽ മാത്രമായിട്ട് എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ ക്രൈസ് ഉണ്ടായിരിക്കാം, പക്ഷെ ഒരു പ്ലേസിൽ നിന്ന് മാത്രമായിരിക്കാം നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കാം ഹെൽപ്പ്. ഓക്കെ, പക്ഷെ നാളെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടായിരിക്കാം, നിങ്ങൾക്ക് സഹായങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ചില ആളുകൾ നിങ്ങൾ ഒരു പേഴ്സണിൽ മാത്രമായിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് എനർജി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കണം, പക്ഷെ നാളെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറിലേക്ക് വരാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു നിമിഷം കൊണ്ടെല്ലാം മാറിയെന്നും നിങ്ങൾ വിചാരിക്കാതിരിക്കുക. ഈ സിറ്റുവേഷൻ ചേഞ്ച് ആവും. കോയിന് രണ്ട് സൈഡ് ഉണ്ടെന്ന് പറയുന്നത് പോലെ ടേബിൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടും തിരിയുന്ന ഒരു ടൈം ഉണ്ടാവും. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നാളെ തന്നെ അല്ലെങ്കിൽ വെരി സൂൺ നിങ്ങൾക്ക് അതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഇന്ന് നിങ്ങൾക്ക് വളരെ സങ്കടമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടബോധം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതെല്ലാം എറേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതെല്ലാം റീപ്ലേസ് ചെയ്യുന്ന കാര്യങ്ങൾ നാളെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, മിറാക്കിൾസ്, എക്സ്പെക്ട് ദ മിറാക്കിൾ. ഓക്കെ, സെക്കൻഡ്സിൽ നിങ്ങൾക്ക് ഒരു പ്രകാശത്തിന്റെ വേഗതയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, എത്ര ഡാർക്കാണ് നിങ്ങൾ നിൽക്കുന്ന പ്ലേസ്, എത്ര ഇരുട്ട് നിറഞ്ഞതാണെന്നുണ്ടെങ്കിലും, എത്ര സ്പോയിൽഡ് ആണെന്നുണ്ടെങ്കിലും, എത്ര മെസ്സപ്പ് ആയിട്ടുണ്ടെങ്കിലും അവിടെ അത് ക്ലെൻസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് പുറത്തു വരാനുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കുള്ള ഒരു കൺഫർമേഷൻ ആണ്. ഓക്കെ, സോ ചില ആളുകൾക്ക് നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങളുടെ സെൽഫ് ആയിട്ടുള്ള കാര്യത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ അടിഞ്ഞുകൂടി നിൽക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ അതൊക്കെ നിങ്ങൾക്ക് അടുക്കി പെറുക്കി വെക്കാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്ത് വെക്കാൻ സാധിക്കുന്നുണ്ട്. സോ വിച്ച് മീൻസ് ലൈക്ക് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കില്ല അല്ലെങ്കിൽ വിട്ടുകളയാൻ പറ്റില്ല, ഓർമ്മയിന്ന് പോവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾ അങ്ങനെ ഹോണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കത് മാറ്റിവെക്കാൻ ഏതൊക്കെയോ രീതിയിൽ നിങ്ങൾ ഓൾറെഡി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് റിലീഫ് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, മാനസികപരമായിട്ട് നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുന്നുണ്ട്, ഒരു സ്പേസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് മനസ്സിന്, ആ ഒരു സ്പേസ്. ഓക്കെ, പുതിയ കാര്യങ്ങൾ വരാനുള്ള ഒരു സ്പേസ് നിങ്ങൾക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ തന്നെ. ഓക്കെ, നിങ്ങളുടെ ശരീരത്തിനാണെന്നുണ്ടെങ്കിലും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഒരു വെയിറ്റ്ലെസ് ആയിട്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ശരീരത്തിനും നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. മനസ്സിന്റെയും ശരീരത്തിന്റെ ഒക്കെ ഒരു ഭാരം ഇറക്കി വെക്കുന്ന
സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നാളെ വെരി സൂൺ നിങ്ങൾക്കത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. സോ ഇന്ന് നിങ്ങൾ പോകുന്ന എന്ത് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും അതിനെ പറ്റി നിങ്ങൾ ഓവറായിട്ട് ബോധർ ചെയ്യരുത്. അത് നിങ്ങളുടെ മിസ്റ്റേക്സോ നിങ്ങളായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഫൊർഗെറ്റ് ഇറ്റ്. ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങുക. കാരണം സിറ്റുവേഷൻസ് ഒരു പ്രകാശത്തിന്റെ വേഗതയിൽ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ്